ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. മെയ് 12 മുതൽ യൂട്യൂബിൽ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതായത് മിഡ് റോൾ ആഡ്സിൽ നാച്ചുറൽ ബ്രേക്ക് പോയിന്റിൽ കൂടുതൽ അഡ്വർടൈസ്മെന്റ് യൂട്യൂബ് കാണിക്കുന്നു മെയ് 12 ശേഷം. അപ്പൊ അതിനുശേഷം നമ്മുടെയൊക്കെ റവന്യൂ ഇൻക്രീസ് ചെയ്യും, കൂടുമെന്നാണ് യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ വരുമാനം കൂടാനും പോകുന്നില്ല, പകരം നമ്മുടെ വരുമാനം കുറയുകയാണ് ചെയ്യുക. കാരണം നാച്ചുറൽ ബ്രേക്ക് പോയിന്റിൽ ആ ഒരു നാച്ചുറൽ ആയിട്ട് അവിടെ ആഡ് ബ്രേക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂട്യൂബ് കൂടുതൽ അഡ്വർടൈസ്മെന്റ് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ തീരെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യൂട്യൂബ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാനുവൽ ആഡ് സ്ലോട്ട്സിൽ ഇനി മുതൽ അഡ്വർടൈസ്മെന്റ് കുറക്കുന്നു, പകരം നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് എവിടെയാണോ അവിടെ അഡ്വർടൈസ്മെന്റ് കൂടുതൽ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കാണിക്കാനുള്ള ടെൻഡൻസി മെയ് 12 മുതൽ കൂടുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനുവൽ ആയിട്ട് നമ്മൾ കുറെ ആഡ് പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ ഇന്ററപ്റ്റീവ് ആഡ് സ്ലോട്ടുകളായിരിക്കും. അപ്പൊ അവിടെ അഡ്വർടൈസ്മെന്റ് വരുന്നതല്ല. അപ്പൊ നമ്മൾ ചെയ്ത വീഡിയോയിൽ, നിലവിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിലൊക്കെ അഡ്വർടൈസ്മെന്റ് വരാനുള്ള നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റവന്യൂ കുറയല്ല ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നമ്മൾ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. കാരണം നമ്മുടെ റവന്യൂ നമ്മൾ കൂടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മെയ് 12 ശേഷം നമ്മുടെ റവന്യൂ കുറയാനാണ് സാധ്യത. തൊട്ട് മുമ്പെയുള്ള വീഡിയോയിൽ നമ്മൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ടേൺ ഓൺ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും എന്നെ അറിയിക്കാനും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കൺഫ്യൂഷനുകൾ നമ്മുടെ ക്രിയേറ്റേഴ്സിന് ഉണ്ട് എന്ന് മനസ്സിലായി. കാരണം അത്രയും സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പല രീതിയിലാണ് ക്രിയേറ്റേഴ്സ് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇനി മുതൽ മിഡ് റോൾ ആഡ്സ് കൂടുതൽ വരിക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളൊരു വീഡിയോയിൽ ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതലുള്ള ഭാഗത്ത് എങ്ങനെയാണ് മിഡ് റോൾ ആഡ്സ് വരിക? ഇപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മളൊരു 10 മിനിറ്റിന്റെ വീഡിയോ ചെയ്തു, മിഡ് റോൾ ആഡ്സ് അതിൽ വർക്ക് ആവുമല്ലോ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 1 മിനിറ്റിലാണ് ഓഡിയൻസ് റിട്ടൻഷൻ സ്വാഭാവികമായിട്ടും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ആ ഭാഗത്ത് കൂടുതൽ അഡ്വർടൈസ്മെന്റ് വരുമെന്നുള്ളതാണോ? അത് തെറ്റാണ്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ആക്ഷനുകൾ, ത്രില്ലർ, സസ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് അഡ്വർടൈസ്മെന്റ് അങ്ങനെയാണല്ലേ ഇനി മുതൽ വരിക? അപ്പൊ ഞങ്ങളെ വീഡിയോയിൽ അധികം അങ്ങനത്തെ ആക്ഷനുകളൊന്നുമില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചത്, ഒരാളെ കുത്തുമ്പോ ആ കുത്തുന്ന സമയത്ത് ഒരു അഡ്വർടൈസ്മെന്റ് വരിക, കുത്തുന്നതിന് മുന്നേ. അപ്പൊ കുത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ ആ ആളുകൾ വീണ്ടും കാണുമല്ലോ. അപ്പൊ ക്രിയേറ്റർക്ക് അവിടെ ഒരു വ്യൂസ് ഒന്നും നഷ്ടപ്പെടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി മുതൽ അഡ്വർടൈസ്മെന്റ് വരിക എന്നുള്ളത്. ഇതൊക്കെ തെറ്റാണ്. ഈ രീതിയിലൊന്നും അല്ല നാച്ചുറൽ ആഡ് ബ്രേക്ക് വർക്ക് ആകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ ഒരു നാച്ചുറൽ ആഡ് ബ്രേക്ക് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? നമ്മുടെ വീഡിയോയിൽ നാച്ചുറൽ ആഡ് ബ്രേക്ക് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ അങ്ങനത്തെ അഡ്വർടൈസ്മെന്റ് വരില്ല എന്നറിയാം. അപ്പൊ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാച്ചുറൽ ആഡ് ബ്രേക്കുകൾ നമ്മുടെ വീഡിയോയിൽ കൂടുതലായിട്ട് അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോ എങ്കിലും നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ ഒരു 10 മിനിറ്റുള്ള വീഡിയോയിൽ ഒരുപാട് ബ്രേക്ക് പോയിന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അതിങ്ങനെ നാച്ചുറൽ ബ്രേക്ക് പോയിന്റിലേക്ക് മാറ്റി. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ റെഡ് മാർക്ക്, ആ ഒരു റെഡുള്ള ബ്രേക്ക് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും? നീക്കി കൊടുക്കണം. എവിടെ? നാച്ചുറൽ ആഡ് ബ്രേക്ക് എവിടെയാണോ അവിടേക്ക് നീക്കി കൊടുക്കണം. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സെറ്റ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ വീഡിയോയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓഡിയൻസ് റിട്ടൻഷനും അതുപോലെ സസ്പെൻസ് ഉള്ള സംഭവങ്ങൾ, ഒരാളെ കുത്താൻ പോകുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇനി മുതൽ മിഡ് റോൾ ആഡ്സ് വരും എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പകരം നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് എന്നാൽ എന്താണെന്ന് യൂട്യൂബ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വീഡിയോ ചെയ്യുക. നിലവിലെ വീഡിയോസിലൊക്കെ അങ്ങനത്തെ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആഡ് ബ്രേക്കുകൾ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ മെയ് 12 ശേഷം നമ്മുടെ വരുമാനം കൂടാനും പോകുന്നില്ല,
കുറയാനാണ് പോകുന്നത് എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പ്രോബ്ലം മനസ്സിലായി. ഇനി ഇതിന്റെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യണമല്ലോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ആദ്യം മിഡ് റോൾ എന്താണെന്ന് മനസ്സിലാക്കണം. മിഡ് റോൾ ആഡ്സ് ഏതെല്ലാം രീതിയിലുണ്ടെന്ന് മനസ്സിലാക്കണം. 3 തരത്തിലുണ്ട്. അതുപോലെ അവിടെയൊക്കെ നമ്മൾ മിഡ് റോൾ ആഡ്സ് സെറ്റ് ചെയ്ത സ്ഥലത്ത് അഡ്വർടൈസ്മെന്റ് വരില്ല, റെഡ് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇൻറ്ററപ്റ്റീവ് ആഡ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാനുവൽ ആഡ്സ്, ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്, നാച്ചുറൽ ബ്രേക്ക് പോയിന്റ്, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് അഡ്വർടൈസ്മെന്റ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ ഈസിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല പലരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്കും ചെയ്യുക. മിഡ് റോൾ ആഡ്സ്, നമ്മുടെ വീഡിയോ 8 മിനിറ്റോ അതിൽ കൂടുതലോ ലെങ്ത് ഉണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ഇടയിലൊക്കെ നമ്മൾ പരസ്യം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് കൂടുതൽ റവന്യൂ കിട്ടും. അപ്പോൾ ഒരു 20,000 വ്യൂസ് വന്ന ഒരു വീഡിയോക്ക് 1,00,000 വ്യൂസ് വന്ന റവന്യൂ കിട്ടും. കാരണം 10 മിനിറ്റുള്ളൊരു വീഡിയോയിൽ ഒരു 5-6 പരസ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. 8 മിനിറ്റിൽ കുറവുള്ള ലോങ് വീഡിയോ ആണെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും പരസ്യം വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ മിഡ് റോൾ ആഡ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് മിഡ് റോൾ ആഡ്സ് 3 ടൈപ്പിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്, രണ്ടാമത്തേത് മാനുവൽ ആഡ് സ്ലോട്ട്, മൂന്നാമത്തേത് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്. ഈ 3 രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ആദ്യത്തേത് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് നോക്കാം. നമ്മളൊരു വീഡിയോ എടുക്കുന്നു, ആ വീഡിയോ മോണിറ്റൈസേഷൻ ഓൺ കൊടുക്കുന്നു. അപ്പോൾ അതിന് തൊട്ട് താഴെ നമുക്ക് കാണാം ഷോ മിഡ് റോൾ ആഡ്സ് ഡ്യൂറിങ് മൈ വീഡിയോ. ഇതങ്ങ് ടിക്കറ്റ് കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൻ്റെ ഇഷ്ടപ്രകാരം അവിടെ നാച്ചുറൽ ആഡ് ബ്രേക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് മിഡ് റോൾ ആഡ് സ്ലോട്ടിൻ്റെ ആ ഒരു പേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് സ്ലോട്ട് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ താഴെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം 3 ആഡ് ബ്രേക്കുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് യൂട്യൂബിൻ്റെ ഇഷ്ടപ്രകാരം ക്രിയേറ്റ് ചെയ്തതാണ്. ഇതാണ് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല, യൂട്യൂബിൻ്റെ ഇഷ്ടപ്രകാരം ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി രണ്ടാമത് മാനുവൽ ആഡ് സ്ലോട്ട് എന്നുള്ളത്, അതായത് നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കാം. താഴെ നമുക്ക് മാനേജ് ആഡ് സ്ലോട്ട്സ് എന്നുള്ളൊരു ഭാഗം കാണാം. വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻസേർട്ട് ആഡ് സ്ലോട്ട്സ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഏത് സമയത്താണോ നമുക്ക് ആഡ് ബ്രേക്ക് വേണ്ടത് അങ്ങോട്ട് നമ്മൾ ഈ ഒരു സൂചി ജസ്റ്റ് അന്ന് അങ്ങോട്ട് നീക്കി വെച്ച ശേഷം ഇൻസേർട്ട് ആഡ് സ്ലോട്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ആഡ് സ്ലോട്ടുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം അഡ്വർടൈസ്മെൻറ്റ് അവിടെ വരാൻ ചാൻസ് ഉണ്ടോ, ഇൻറ്ററപ്റ്റീവ് ആഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മാനുവലി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ക്രിയേറ്റ് ചെയ്യാനും കഴിയുമെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ്. നേരത്തെ എടുത്ത പോലെ തന്നെ മോണിറ്റൈസേഷൻ എടുത്ത് നമുക്ക് മാനേജ് ആഡ് സ്ലോട്ട്സ് എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്ത കുറച്ച് ആഡ് സ്ലോട്ടുകൾ കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ആ ഒരു ആഡ് സ്ലോട്ട് നോക്കുക, അവിടെ മാനുവൽ എന്നാണ്. നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക് ആണ് കണ്ടത്. അപ്പോൾ അതിന് തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് എന്ന് കണ്ടോ, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു താഴത്തെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക, ഒരു പോയിന്റുകൾ അവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് ഓൺ കൊടുക്കുമ്പോൾ അവിടെ കൂടുതൽ പോയിന്റ് ക്രിയേറ്റ് ആവുന്നില്ലേ, അത് യൂട്യൂബിൻ്റെ ഇഷ്ടപ്രകാരം. ഇവിടെ നമ്മൾ ഓൾറെഡി മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കൂടാതെ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഓട്ടോമാറ്റിക് മാത്രമായിരുന്നു, അതിനുശേഷം മാനുവലി മാത്രം ചെയ്തു. ഇവിടെ മാനുവലിയും ചെയ്തു പ്ലസ് ഓട്ടോമാറ്റിക്കും ചെയ്തു. ഇതാണ് മൂന്നാമത്തേത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു റെഡ് ബ്രേക്ക് പോയിന്റ് ശ്രദ്ധിച്ചോ, റെഡ് കളറിൽ ആഡ് സ്ലോട്ടുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇൻറ്ററപ്റ്റീവ് ആഡ് സ്ലോട്ടുകൾ. ഇവിടെ പരസ്യം വരില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരസ്യം അവിടെ കാണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. എന്നിട്ട് എവിടെയാണോ നാച്ചുറൽ ബ്രേക്ക് പോയിന്റ്, സാധാരണ ഒരു ബ്ലാക്ക് കളറിൽ കാണിക്കുന്ന രീതിയിലായാൽ അവിടെ പരസ്യം വരൂ. അപ്പോൾ ഈ നമുക്ക് മൊത്തം ഇതുപോലെ റെഡ് കളറിലാണെങ്കിൽ നമുക്ക് വരുമാനം കുറയാനല്ലേ ചാൻസ്. അപ്പോൾ നോക്കൂ, ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ കളറ് മാറിയിട്ടുണ്ട്. അവിടെ ഇൻറ്ററപ്റ്റീവ് ആയിട്ടുള്ള ഒരു റെഡ് മാർക്ക് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നാച്ചുറൽ ബ്രേക്ക് പോയിന്റിലേക്ക്.
അപ്പോൾ അത് സേവ് ആക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ സേവ് ആക്കി കൊടുത്താൽ അവിടെ നമുക്ക് കാണാം പെൻഡിങ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. പെൻഡിങ് റിവ്യൂ. അപ്പോൾ നമ്മളത് സേവ് കൊടുക്കുമ്പോൾ യൂട്യൂബ് വീണ്ടും റിവ്യൂ ചെയ്യും. അത് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് ആണോ അല്ലെങ്കിൽ നാച്ചുറൽ ബ്രേക്ക് പോയിന്റിലേക്കാണോ മാറ്റിയത് എന്നുള്ളത് അതാണ് നോക്കുക കേട്ടോ. നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് ആണെങ്കിൽ അവിടെ അവർ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും റെഡ് കളറിൽ വരും. അപ്പോൾ ഇതാണ് ഇൻ്ററപ്റ്റീവ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ റെഡ് കളറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മൂവ് ചെയ്യുമ്പോൾ അത് നാച്ചുറൽ ബ്രേക്ക് പോയിന്റിലേക്ക് ആയി കിട്ടണം. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പെൻഡിങ് റിവ്യൂ എന്നുള്ളത് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാറിയിട്ടുണ്ടായിരിക്കണം. അതല്ല വീണ്ടും റെഡ് കളറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അഡ്വർടൈസ്മെൻറ്റ് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ എവിടെയൊക്കെയാണ് നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇപ്പം നമുക്ക് ഒരുപാട് ബ്രേക്ക് പോയിന്റുകൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഏതൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലും മാനേജ് ആഡ് സ്ലോട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ അല്ലെങ്കിൽ രണ്ടും കൂടി ഉള്ളതാണെങ്കിലും നമുക്ക് ഇതുപോലെ ബ്രേക്ക് പോയിന്റുകൾ കാണാൻ പറ്റും. അപ്പോൾ തൊട്ടടുത്തടുത്ത രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ പറ്റും. അതുമാത്രമല്ല നമുക്ക് ആഡ് സ്ലോട്ട് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ എന്നൊക്കെ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾ ഇൻ്ററപ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അവിടെ പരസ്യം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം കുറയുകയാണ് ചെയ്യുക. കാരണം അവിടെ ഇൻ്ററപ്റ്റീവ് ആണ്, തടസ്സം സൃഷ്ടിക്കുന്ന മാർഗ്ഗം. അതായത് നമ്മളൊരു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗത്തോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷനുള്ള ഭാഗത്തൊക്കെ ആയിരിക്കും. അതിന് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് മൂവ് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് പ്ലേസിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. നമ്മൾ ആഡ് ബ്രേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ റൈറ്റ് പ്ലേസ് നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയാണ് ആഡ് ബ്രേക്കുകൾ ഓട്ടോമാറ്റിക് ആഡ് ബ്രേക്കുകൾ വരിക, ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഓട്ടോമാറ്റിക്കലി ആഡ് സ്ലോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ യൂട്യൂബ് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഓട്ടോമാറ്റിക് നാച്ചുറൽ ബ്രേക്ക് പോയിന്റുകൾ യൂട്യൂബിന് കണ്ടെത്താൻ പറ്റണം. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അല്ലെങ്കിൽ യൂട്യൂബിന് അവിടെ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ടുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ 1 or 2 ഒക്കെ ആയിരിക്കും ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഈ ആഡ് സ്ലോട്ടുകൾ നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള സംശയം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയായിരിക്കും കാണിക്കുക എന്നുള്ളത്. അങ്ങനെ അറിയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ വീഡിയോ ചെയ്യാമല്ലോ. അതിന് യൂട്യൂബ് പറയുന്നത് സീൻ ട്രാൻസിഷൻസ്. അതായത് നമ്മുടെ ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് കൂടുതൽ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ട്രാൻസിഷൻ ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് മാറുന്ന ഒരു സമയം ചിലർ അവിടെ ഒരു എഫക്റ്റ് ഒക്കെ കൊടുക്കാറില്ലേ, ഒരു ബ്ലറായിരുന്നു അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ യൂട്യൂബിന് മനസ്സിലായി ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് മാറുകയാണെന്നുള്ളത്. അവിടെ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ടുകൾ വർക്ക് ചെയ്യും എന്നുള്ള കാര്യമാണ് യൂട്യൂബ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ബ്രേക്സ് ഇൻ ഓഡിയോ, നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഓഡിയോ അവസാനിക്കുമല്ലോ, അത് അവസാനിച്ചിട്ട് അടുത്തൊരു ഓഡിയോ തുടങ്ങുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ സമയത്തും ഈ ഒരു നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് അവിടെ ക്രിയേറ്റ് ആവാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പോൾ ഓഡിയോയുടെ അവസാനം അതുപോലെ സീന് മാറുന്ന സമയം, സീൻ ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് വരും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായെന്ന് തോന്നുന്നു. ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് മാറുന്ന സമയങ്ങൾ, അതുപോലെ ഓഡിയോ ബ്രേക്ക് ആവുന്ന. ഇപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് ഒരു സംഭവം കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് അവിടെ ഒരു ഓഡിയോ ബ്രേക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എക്സാമ്പിളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ആഡ് വരാൻ ചാൻസ്, നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് കൂടുതൽ ഉണ്ടാവുന്നതാണ്. ഇനി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ടുകൾ കുറവാണ്. അപ്പോൾ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഇൻ്ററപ്റ്റീവ് ആയിട്ട് വന്നു. ഇൻ്ററപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്വർടൈസ്മെൻറ്റ് വരില്ല. അപ്പോൾ നമ്മളത് നാച്ചുറൽ ബ്രേക്ക് പോയിന്റിലേക്ക് മാറ്റേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള ഓഡിയോ ബ്രേക്ക് അല്ലെങ്കിൽ സീൻ ട്രാൻസിഷൻ എന്നുള്ള ഭാഗത്തേക്കൊക്കെ നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ പെൻഡിങ് റിവ്യൂ എന്ന് കാണാം. പെൻഡിങ് റിവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് അത് ചെക്ക് ചെയ്യും.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുപോലെ എന്തെങ്കിലും ഒരു നാച്ചുറൽ ബ്രേക്ക് പോയിന്റിലേക്കാണ് നമ്മൾ ആ ഒരു സ്ലോട്ട് മാറ്റിയത് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത് അപ്രൂവ് ചെയ്ത് തരും. അതല്ലെങ്കിൽ വീണ്ടും റെഡ് കളറിൽ ഇൻ്ററപ്റ്റീവ് ആയിട്ട് കാണും. അപ്പോൾ ഈ പെൻഡിങ് റിവ്യൂ നമുക്ക് മാറി കിട്ടേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മാക്സിമം ഇൻ്ററപ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനൊരു പോം വഴി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ഓഡിയൻസ് റിട്ടൻഷൻ ഉള്ള സ്ഥലത്താണോ കത്തി കൊണ്ട് കുത്തുന്ന സ്ഥലത്താണോ അഡ്വർടൈസ്മെൻറ്റ് വരാൻ ചാൻസ് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടിയാണ്, അതായത് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ചില സ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ മിഡ് റോൾ സെറ്റ് ചെയ്യരുത്, അത് നല്ലതല്ല, അത് നിങ്ങളുടെ ഓഡിയൻസിനെ എന്താ പറയുക നമ്മുടെ ചാനലിൽ നിന്ന് പോകാനുള്ള നമുക്ക് വ്യൂസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ അത് എവിടെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, യൂട്യൂബ് ഒരിക്കലും നമ്മളോട് ആഡ് സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യരുത്, മിഡ് റോൾ ഇവിടെ സെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നു മിഡ് സെൻറ്റൻസ് എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സെൻറ്റൻസിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ മിഡ് റോൾ സെറ്റ് ചെയ്യരുത്. അത് ഓഡിയൻസ് റിട്ടൻഷൻ ഉള്ള ഭാഗമാണെങ്കിൽ പോലും, കാരണം പലരും ആ രീതിയിൽ കൺഫ്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള സെൻറ്റൻസ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് മിഡ് റോൾ സെറ്റ് ചെയ്യരുത്. അത് തെറ്റാണ്, നമ്മുടെ വ്യൂസ് നഷ്ടപ്പെടാൻ, ആളുകൾ വേറെ ചാനലിലേക്ക് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് യൂട്യൂബ് പറയുന്നത്. കാരണം ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടാണ് യൂട്യൂബ് ഈ കാര്യം നമ്മളോട് പറയുന്നത്. അടുത്തതായിട്ട് യൂട്യൂബ് പറയുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് മിഡ് ആക്ഷൻ എന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് നിങ്ങളോട് മിഡ് റോൾ സെറ്റ് ചെയ്യരുത് എന്നുള്ളത്. ആഡ് സ്ലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് പോകും, ആളുകൾ കൺവേർട്ട് ആകുമെന്ന് പറയുന്നത്. മിഡ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കത്തി കൊണ്ട് കുത്തുന്ന സമയത്ത് ആ കുത്തിയോ ഇല്ലേ എന്ന് അറിയുന്ന ആ ഒരു മൊമെൻറ്റിൽ ആഡ് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുത്തിയോ എന്ന് അറിയാനുള്ള ആകാംക്ഷ എന്നൊക്കെ. പക്ഷേ യൂട്യൂബ് പറയുന്നത് മിഡ് ആക്ഷൻ, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിൻ്റെ ഇടയിൽ പോയിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് യൂട്യൂബ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് റിസർച്ച് ചെയ്തിട്ടാണ് യൂട്യൂബ് നമ്മളോട് പറയുന്നത് കൃത്യമായിട്ടുള്ള നാച്ചുറൽ ബ്രേക്ക് പോയിന്റിൽ ആഡ് സ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓഡിയൻസ് റിട്ടൻഷൻ ഉള്ള ഭാഗത്ത് ചെയ്യണോ, അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്ന ഭാഗത്ത് ഒരു ബ്രേക്കായിട്ട് നമ്മളവിടെ ആഡ് സ്ലോട്ട് ചെയ്യണോ എന്നുള്ളത് മനസ്സിലായി. യൂട്യൂബ് തന്നെ പറയുന്നത് ഇങ്ങനെ മിഡ് ആക്ഷൻ്റെ പകുതി, ആ ഒരു പകുതിയിൽ നിങ്ങൾ പോയിട്ട് ചെയ്യരുത്. അതുപോലെ സെൻറ്റൻസിൻ്റെ ഇടയിലൊക്കെ ബ്രേക്ക് പോലെ ഈ ഒരു ആഡ് സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ളതും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിൽ കൂടുതൽ ആഡ് സ്ലോട്ടുകൾ, നാച്ചുറൽ ബ്രേക്ക് പോയിന്റുകൾ ക്രിയേറ്റ് ആവും. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക സീൻ ട്രാൻസിഷൻ ഷോട്ട്സുകൾ കൂടുതൽ യൂസ് ചെയ്യുക. ഒരു സീനിൽ നിന്ന് അടുത്ത സീന് മാറുന്ന ആ ഒരു സമയത്തൊക്കെ നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് ആഡ് ആവാൻ വളരെയധികം ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ ഈ വോയിസ് ഓവറൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു വോയിസ് അവസാനിച്ച് കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുന്നത് നന്നാവും. കാരണം ആ ഒരു ഓഡിയോ ബ്രേക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആഡ് സ്ലോട്ടുകൾ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ഇനി അങ്ങനെ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് അവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം നമ്മൾ ആ ഒരു വോയിസിൻ്റെ അവിടെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അത് അപ്രൂവ് ആയി കിട്ടും. നേരത്തെ പെൻഡിങ് റിവ്യൂ എന്ന് കാണിച്ചത് നമുക്ക് അപ്രൂവ് ആയി കിട്ടും. കാരണം ഞാനത് പരീക്ഷിച്ച് നോക്കി വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ യൂട്യൂബ് പറയുന്നത് നോക്കൂ, ചേഞ്ചസ് ഇൻ സബ്ജക്റ്റ്, മ്യൂസിക് ഓർ പ്ലോട്ട് ആർ ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ആഡ് ബ്രേക്ക്. അതായത് സബ്ജക്റ്റിലുള്ള മാറ്റം, മ്യൂസിക്കിലുള്ള മാറ്റം, അതുപോലെ പ്ലോട്ട് മാറുന്നത്, ഇതൊക്കെ ആഡ് ബ്രേക്കിനുള്ള നല്ല ഇൻഡിക്കേറ്റേഴ്സാണ്, നല്ല സൂചനകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്കുള്ള റെമഡി. നമ്മുടെ വീഡിയോയിൽ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സംഭവങ്ങൾ കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആഡ് ബ്രേക്കുകൾ കൂടുതൽ വരും. അല്ലെങ്കിൽ നമുക്ക് മാനുവലി അവിടെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതൊന്നും ഇൻറ്ററപ്റ്റീവ് ആവില്ല, റെഡ് കളറിൽ വരില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യണം. അതുപോലെ യൂസ് വിഷ്വൽ ആൻഡ് ഓഡിയോ ക്യൂസ് ഫ്രം വീഡിയോസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഫെയ്ഡ് ഔട്ടൊക്കെ വരാറില്ലേ, അതായത് നമ്മുടെ വീഡിയോൻ്റെ ഒരു സീൻ അവസാനിക്കുമ്പോൾ ഫെയ്ഡ് ഔട്ടായിട്ട് മാറി വരിക. നമ്മൾ പല ട്രാൻസിഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ബ്ലാക്ക് ഓർ വൈറ്റ് സ്ക്രീന്, ടൈറ്റിൽ കാർഡ്, മ്യൂസിക്കുകൾ, സൗണ്ട് എഫക്റ്റുകൾ, അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആദ്യം ഫേസ് കാണിച്ചിട്ട് പറഞ്ഞു, പക്ഷേ പിന്നീട് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സീൻ ചേഞ്ച് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആഡ് ബ്രേക്ക് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓഡിയോൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള
പ്ലോട്ടുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്പേസ് നമ്മൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പോവാതെ കൃത്യമായിട്ടുള്ള ഓഡിയോ ബ്രേക്കുകൾ, നമ്മുടെ സീൻ അടുത്ത സീനിലേക്ക് മാറുന്നത്, അതുപോലെ ചാപ്റ്ററുകൾ. നമ്മൾ പലരും ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ വീഡിയോ കാറ്റഗറി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചാപ്റ്റർ വൈസ് നമുക്ക് വീഡിയോ കാറ്റഗറി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് ബ്രേക്ക് എനേബിൾ ആകുമെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ചാപ്റ്റർ വൈസ് നമ്മൾ എന്ത് ചെയ്യുക, കാറ്റഗറി ആക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇനി നിങ്ങൾ വീഡിയോ ചെയ്യുക. ഇത്രയും ഇപ്പോൾ ഇതുവരെ ചെയ്തതിൽ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് വരാൻ സാധ്യതയുള്ള എഫക്റ്റുകൾ യൂസ് ചെയ്യുക. സീൻ ട്രാൻസിഷനുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോ ബ്രേക്ക്, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പോവാതെ ഒരു ഗ്യാപ്പൊക്കെ വിടുക. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ വീഡിയോ കാറ്റഗറി മറ്റേ ചാപ്റ്റർ വൈസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ചാപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കൂടുതൽ നാച്ചുറൽ ബ്രേക്ക് പോയിന്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ യൂട്യൂബിൽ മെയ് 12 മുതൽ കൂടുതൽ നാച്ചുറൽ ബ്രേക്ക് പോയിന്റിൽ കൂടുതൽ പരസ്യങ്ങളും വരും. അങ്ങനെ ചെയ്താലേ നമുക്ക് നമ്മുടെ വരുമാനം കൂടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇൻറ്ററപ്റ്റീവ് ആഡ്സ് വന്നിട്ട് നമ്മുടെ വരുമാനം കൂടുകയില്ല, പകരം കുറയാനാണ് ചാൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് മിഡ് റോൾ ആഡ്സും അതുപോലെ ഇന്ററപ്റ്റീവ് ആഡ്സ്, നാച്ചുറൽ ബ്രേക്ക് പോയിന്റ്, ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾ വീഡിയോസ് മുൻപോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയിൽ കൂടുതൽ അഡ്വർടൈസ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ എന്തൊക്കെയോ നമ്മളിപ്പോൾ സ്ഥിരം പോകുന്ന പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ റവന്യൂ കുറയാനായിരുന്നു സാധ്യത. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെയൊക്കെ ചാനൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.